Hello dear students, welcome back to Comics Tutorial. Profit and Gain of Business of Profession എന്ന ഹെഡിന്റെ 13ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ മുമ്പുള്ള വീഡിയോസിന്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. PGBP അണ്ടറിൽ വരുന്ന ഡിഡക്ഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് ഡിഡക്ഷൻസ് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. സെക്ഷൻ 30 മുതൽ 36 വരെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള ടാക്സ് പ്രൊവിഷൻസ് പറഞ്ഞ പ്രകാരം തന്നെ എത്രയാണ് ഡിഡക്ഷൻ കിട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ സെക്ഷൻ 30 മുതൽ 36 വരെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഡിഡക്ഷൻസിൽ പറയാത്ത ചില ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് ഇൻകം ടാക്സ് ആക്ട് ഡിഡക്ഷൻസ് അനുവദിക്കുന്നതാണ്. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. സെക്ഷൻ 37 സബ്സെക്ഷൻ 1 പ്രകാരം ജനറൽ ഡിഡക്ഷൻസ് കിട്ടും. Any expenditure which is not specifically provided in any provisions discussed earlier of the Act and fulfill the following condition shall be allowed as a deduction under this section. അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെക്ഷൻ 30 മുതൽ 36 വരെ ഒരുപാട് ഡിഡക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിൽ പറയാത്ത ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ താഴെ പറയുന്ന ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ PGBP അണ്ടറിൽ എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, ഇറ്റ് മസ്റ്റ് ബി റിയൽ ആയിരിക്കണം. അത് റിയൽ എക്സ്പെൻഡിച്ചർ ആയിട്ടിരിക്കണം, നോഷണൽ ഒന്നും ആവാൻ പാടില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് മസ്റ്റ് ബി എക്സ്പെൻഡഡ് ഓൺലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ബൈ ദി അസസി. അസസി ക്യാരി ചെയ്യുന്ന ബിസിനസ്സിനോ അല്ലെങ്കിൽ പ്രൊഫഷനോ വേണ്ടി മാത്രമുള്ള ആ പർപ്പസിന് വേണ്ടി മാത്രം ഉള്ള ഒരു എക്സ്പെൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അസസിയുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ചിലവായിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഇൻകേർഡ് ഇൻ ദി പ്രീവിയസ് ഇയർ. ആ എക്സ്പെൻഡിച്ചർ ഇൻകർ ആയിട്ടുള്ളത് പ്രീവിയസ് ഇയറിലായിരിക്കണം. ഓക്കെ, ഇറ്റ് മസ്റ്റ് നോട്ട് ബി എ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ. അത് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ആവാൻ പാടില്ല. ബിസിനസ് പർപ്പസിനായിരിക്കണം എന്ന് പറഞ്ഞു. പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ആയി കഴിഞ്ഞാൽ ഡിഡക്ഷൻസ് കിട്ടില്ല. ആൻഡ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ആവാൻ പാടില്ല. അപ്പോൾ ഡിഡക്ഷൻസ് കിട്ടുക ഏതിനാണ്? റവന്യൂ നാച്ചുറിന് മാത്രമേ ഡിഡക്ഷൻസ് കിട്ടുള്ളൂ. റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി ലോഫുൾ. അത് ലോഫുൾ ആയിരിക്കണം. ഇപ്പോൾ ലോ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്ത പ്രകാരമുള്ള എക്സ്പെൻഡിച്ചർ ഒന്നും ആവാൻ പാടില്ല. അത് ലോഫുൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. അപ്പോൾ ഈ 6 കണ്ടീഷൻസ് 6 ഓക്കെ, ഈ 6 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അസസിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാം സെക്ഷൻ 37 സബ്സെക്ഷൻ 1 പ്രകാരം. ഓക്കെ, ദ നെക്സ്റ്റ്, അഡ്വർടൈസ്മെന്റ് ഇൻ സൊവനിയർ എക്സെട്ര ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. Expenditure incurred by an assessee on advertisement in any souvenir, brochure, tract, pamphlet or like published by a political party is less allowed. നോർമലി ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു അസസിക്ക് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻസ് കിട്ടും. ഓക്കെ, എന്നാൽ ഈ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് പബ്ലിഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ബ്രോഷറിലോ പാംലെറ്റിലോ അങ്ങനെയുള്ള മാഗസീനിലൊക്കെയാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചിലവാകുന്ന എക്സ്പെൻഡിച്ചർ ഡിസ്അലൗഡ് ആണ്. അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പറഞ്ഞത്, ഒരു അസസി പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മാഗസീനിലോ ബ്രോഷറിലോ ഒക്കെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവാകുന്ന എക്സ്പെൻസ് ഡിഡക്ഷൻസ് കിട്ടില്ല. ദാറ്റ് ഈസ് ഡിസ്അലൗഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസ്അലൗഡ് എക്സ്പെൻഡിച്ചർ സെക്ഷൻ 40. സെക്ഷൻ 40 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഇതിൽ ഏതൊക്കെ എക്സ്പെൻഡിച്ചർ ഡിസ്അലൗഡ് ആണ്, അത് ഇൻകം ടാക്സ് ആക്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന എക്സ്പെൻഡിച്ചറിന് ഡിഡക്ഷൻസ് അലൗഡ് അല്ല. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ ഡിസ്അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, the following expenditure are expressly disallowed under section 40 clause A. അപ്പോൾ അണ്ടർ സെക്ഷൻ 40 ക്ലോസ് എ പ്രകാരം ചില എക്സ്പെൻഡിച്ചർ ഇൻകം ടാക്സ് ആക്ട് എന്താ പറയുക സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ എക്സ്പെൻഡിച്ചറിനൊന്നും ഡിഡക്ഷൻസ് കിട്ടില്ല. ഈ എക്സ്പെൻഡിച്ചർ ഡിസ്അലൗഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡക്റ്റ് ചെയ്യാൻ പാടില്ല.
അപ്പോൾ അതിൽപ്പെട്ട ഫസ്റ്റ് വൺ ആണ് ഇൻട്രസ്റ്റ് റോയൽറ്റി ഫീ ഫോർ ടെക്നിക്കൽ സർവീസ് പേയബിൾ ടു എ നോൺ റെസിഡന്റ് ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഇപ്പോൾ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ റോയൽറ്റി അല്ലെങ്കിൽ ഫീ ഫോർ ടെക്നിക്കൽ സർവീസ് ഒക്കെ അല്ലെങ്കിൽ അതേപോലുള്ള ചാർജബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്, ആ എമൗണ്ട് പേ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്കാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു നോൺ റെസിഡന്റിനാണ്, ആ നോൺ റെസിഡന്റ് കമ്പനി ആവാൻ പാടില്ല, ഓർ ടു എ ഫോറിൻ കമ്പനി. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റോയൽറ്റി ഫീ ടെക്നിക്കൽ ഫീ ഇത് പേ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നോൺ റെസിഡന്റിനോ ഫോറിൻ കമ്പനിക്കോ ആണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് ഡിഡക്റ്റ് ആയിട്ട് സോഴ്സ് കട്ട് ചെയ്യണം, എന്ന് വെച്ചാൽ TDS കട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു അസസി ഇൻട്രസ്റ്റ് ആയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് TDS കട്ട് ചെയ്യൽ നിർബന്ധമാണ്, കട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അസസി ആ TDS കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് ആർക്കാണോ കൊടുക്കാനുള്ളത് അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് ഒരു നോൺ റെസിഡന്റ് ഉണ്ട്, ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് ഒരു പേയ്മെന്റ് നടത്തുകയാണ്, ഇൻട്രസ്റ്റ് 10,000 രൂപയാണ് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത്. അപ്പോൾ 10% ഇൻട്രസ്റ്റിന് TDS ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10,000ന്റെ 10% 1000 കട്ട് ചെയ്തിട്ട് ബാക്കി 9,000 ആണ് പേയ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ എന്ത് വേണം, TDS കട്ട് ചെയ്യണം. എന്നാൽ such tax has not been deducted, എന്നാൽ അങ്ങനെ TDS കട്ട് ചെയ്തിട്ടില്ല എങ്കിൽ, TDS ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, ഓക്കെ, ഓർ ആഫ്റ്റർ ഡിഡക്ഷൻ ഡിഡക്റ്റ് ചെയ്തു, അസസി എന്ത് ചെയ്തു, ഡിഡക്റ്റ് ചെയ്തു, പക്ഷേ ഹാസ് നോട്ട് ബീൻ വിത്തിൻ ഡ്യൂ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1. അപ്പോൾ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ പ്രകാരം റിട്ടേൺ ഓഫ് ഇൻകം സബ്മിറ്റ് ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് മുന്നേ അതെന്ത് ചെയ്തിട്ടില്ല, പേയ്മെന്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഇൻട്രസ്റ്റും റോയൽറ്റി ഫീസ് ഒന്നിനും എന്ത് കിട്ടില്ല, ഡിഡക്ഷൻസ് കിട്ടില്ല. ക്ലിയർ? അപ്പോൾ എന്താ പറഞ്ഞത്, എനി ഇൻട്രസ്റ്റ് റോയൽറ്റി ഫീ ഫോർ ടെക്നിക്കൽ സർവീസ് അല്ലെങ്കിൽ അതേപോലുള്ള സം ചാർജബിൾ ആയിട്ടുള്ള എമൗണ്ട് ഇന്ത്യയിലുള്ള നോൺ റെസിഡന്റിനോ അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനിക്കോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിലേക്കോ പേ ചെയ്യുമ്പോൾ TDS കട്ട് ചെയ്യണം. എന്നാൽ TDS കട്ട് ചെയ്യാതെ ആ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഡക്ഷൻസ് കിട്ടില്ല. ഏതിന് ഡിഡക്ഷൻസ് കിട്ടില്ല? ഈ ഇൻട്രസ്റ്റും റോയൽറ്റിക്കും അതേപോലെ ഫീ ഫോർ ടെക്നിക്കൽ സർവീസിനൊന്നും ആ വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചറിന് ഡിഡക്ഷൻ കിട്ടില്ല. ഓക്കെ, TDS കട്ട് ചെയ്തു, അസസ് എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ TDS കട്ട് ചെയ്തു, പക്ഷേ അത് റിട്ടേൺ ഓഫ് ഇൻകം സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ അത് പേയ്മെന്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് കിട്ടില്ല, ഡിഡക്ഷൻസ് കിട്ടില്ല. ക്ലിയർ? ഓക്കെ, ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഓഡിറ്റ് അസസി കാണുന്നുണ്ടെങ്കിൽ 31 ജൂലൈ ആണ്, ഓഡിറ്റ് അസസി കാണുന്നുണ്ടെങ്കിൽ 30 സെപ്റ്റംബർ ആണ്, ട്രാൻസ്ഫർ പ്രൈസിങ് അസസി ആണെന്നുണ്ടെങ്കിൽ അത് 13 നവംബർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ 1 ഏപ്രിൽ 2019 ടു 31 മാർച്ച് 2019 വരെയാണ് പ്രീവിയസ് ഇയർ. ഡ്യൂ ഡേറ്റ് എന്നുള്ളത് ഒരു 13 സെപ്റ്റംബർ 2020 ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഒരു അസസി ഇൻട്രസ്റ്റ് പേ ചെയ്യാണ്ട് ആർക്കാണ്, നോൺ റെസിഡന്റിന് ഇൻട്രസ്റ്റ് പേ ചെയ്യാനുണ്ട്. ഒരു 10,000 റുപ്പീസാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നോൺ റെസിഡന്റിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ TDS ചാർജ് ചെയ്യണം, TDS എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, എങ്കിൽ TDS ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതെന്ത് കിട്ടില്ല, ഡിഡക്ഷൻസ് കിട്ടില്ല, ഡിസ്അലൗഡ് ആണ്, നോ ഡിഡക്ഷൻസ്. ഓക്കെ, ഡിസ്അലൗഡ്. ക്ലിയർ? ഇനി പ്രീവിയസ് ഇയറിൽ TDS ഡിഡക്റ്റ് ചെയ്തു, TDS എന്ത് ചെയ്തു, ഡിഡക്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ ഡ്യൂ ഡേറ്റിന്റെ മുന്നേ അത് ഗവൺമെന്റിന് എന്ത് ചെയ്യണം, പേ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രീവിയസ് ഇയറിൽ അതിന് ഡിഡക്ഷൻസ് കിട്ടും. ഓക്കെ, പ്രീവിയസ് ഇയറിൽ 1 ഏപ്രിൽ പ്രീവിയസ് ഇയർ 1920 എന്ത് കിട്ടും, അതിന് ഡിഡക്ഷൻസ് കിട്ടും, അത് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ പ്രീവിയസ് ഇയറിൽ ഡിഡക്റ്റ് കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് ആർക്കാ പേ ചെയ്തിട്ടുള്ളത്, നോൺ റെസിഡന്റ് ആണ് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, TDS ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിഡക്റ്റ് ചെയ്തു, പക്ഷേ ഡ്യൂ ഡേറ്റിന് മുന്നേ അത് ഗവൺമെന്റിന് പേ ചെയ്തിട്ടില്ല.
പേ ചെയ്തത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് പേ ചെയ്തതെങ്കിൽ ആ എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടുന്നത് 2021 ഓക്കെ. പ്രീവിയസ് ഇയർ 2021 അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താ പറഞ്ഞു വന്നത്, പ്രീവിയസ് ഇയറിൽ TDS കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, TDS ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഇൻട്രസ്റ്റ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, എപ്പോഴാണ് പ്രശ്നം വരുന്നത്, TDS ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, പ്രീവിയസ് ഇയറിൽ TDS ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പ്രീവിയസ് ഇയർ അത് ഡിഡക്റ്റ് ചെയ്യാൻ പാടില്ല, അത് ഡിസലൗഡ് ആണ്. ഓക്കെ, ഇനി പ്രീവിയസ് ഇയറിൽ അത് ഡിഡക്റ്റ് ചെയ്തു, പക്ഷേ ഡ്യൂ ഡേറ്റിൻ്റെ മുന്നേ അത് ഗവൺമെൻറ്റിന് പേ ചെയ്തിട്ടില്ല എങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം, അസസ്സി ഡിഡക്റ്റ് ചെയ്തിട്ട് അത് കയ്യിൽ വെക്കാൻ പാടില്ല, അത് ആർക്ക് പേ ചെയ്യണം, ഗവൺമെൻറ്റിന് പേ ചെയ്യണം. അപ്പോൾ ഡ്യൂ ഡേറ്റിൻ്റെ മുന്നേ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിൻ്റെ ഡ്യൂ ഡേറ്റിന് മുന്നേ അത് ഗവൺമെൻറ്റിന് പേ ചെയ്തിട്ടില്ല എങ്കിൽ അപ്പോഴും ഡിഡക്ഷൻസ് കിട്ടില്ല. ഓക്കെ, ഇനി ഡ്യൂ ഡേറ്റിന് മുന്നേ പേ ചെയ്തെങ്കിൽ എന്ത് കിട്ടും, ഡിഡക്ഷൻസ് കിട്ടും. ക്ലിയർ? ഇനി ഒരു അസസ്സി ഇൻട്രസ്റ്റ് പേ ചെയ്തു, ആർക്കാണ് പേ ചെയ്തത്, നോൺ റെസിഡൻറ്റിന് പേ ചെയ്തു. അപ്പോൾ TDS പ്രീവിയസ് ഇയറിൽ കട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, TDS എപ്പോഴാണ് ഡിഡക്റ്റ് ചെയ്തത്, ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 ഈ വർഷത്തിലാണ്, മാർച്ച് 2020. അപ്പോൾ ഇതിലാണ് TDS എന്ത് ചെയ്തത്, ഡിഡക്റ്റ് ചെയ്തത്. ഓക്കെ, എന്ന് വെച്ചാൽ ഡ്യൂ ഡേറ്റിൻ്റെ ഈ ടൈമിലാണ്, ഡ്യൂ ഡേറ്റിൻ്റെയും അതേപോലെ 31 മാർച്ച് 2020 ഡ്യൂ ഡേറ്റിൻ്റെ ഇടയിലാണ് TDS ഡിഡക്റ്റ് ചെയ്തതെങ്കിൽ അത് പ്രീവിയസ് ഇയർ 2021 ആ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ TDS ഡിഡക്റ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലായിരിക്കണം. ഓക്കെ, അപ്പോൾ TDS പ്രീവിയസ് ഇയറിൽ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അലൗഡ് ആണ്. പ്രീവിയസ് ഇയറിൽ ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അലൗഡ് അല്ല. ഇനി പ്രീവിയസ് ഇയറിൽ ഡിഡക്റ്റ് ചെയ്തു, അത് ഡ്യൂ ഡേറ്റിൻ്റെ മുന്നേ അത് എന്താ പറയുക, പേ ചെയ്തിട്ടില്ല എങ്കിൽ, ഡ്യൂ ഡേറ്റിന് മുന്നേ അത് പേ ചെയ്തിട്ടില്ല എങ്കിലും അപ്പോഴും ഡിസലൗഡ് ആണ്. ക്ലിയർ? ഇനി അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ടാക്സ് പോയിന്റ് ആണ് പറയുന്നത്, വേർ ഇൻ റെസ്പെക്ട് ഓഫ് എനി സച്ച് സം ടാക്സ് ഹാസ് ബീൻ ഡിഡക്റ്റഡ് ഇൻ എനി സബ്സീക്വന്റ് ഇയർ or has been deducted during the previous year but paid after due date of submission of return of income under section 139, such sum shall be allowed as a deduction in computing the income of the previous year in which such tax has been paid. അപ്പോൾ എന്താണ് ആ പോയിന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രീവിയസ് ഇയർ 1920 അല്ലേ, അപ്പോൾ ഈ 1920 പ്രീവിയസ് ഇയറിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഡിഡക്ഷൻസ് കിട്ടില്ല. ഓക്കെ, ഇനി ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത് സബ്സീക്വന്റ് ഇയറിലാണ്. സബ്സീക്വന്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തു, പക്ഷേ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, പേയ്മെന്റ് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യുന്നതെന്നാണ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് എങ്കിൽ അത് ഏത് വർഷമാണോ അത് ആക്ച്വലി പേ ചെയ്യുന്നത് ആ വർഷമാണ് ഡിഡക്ഷൻസ് കിട്ടുക. ഓക്കെ, അപ്പോൾ 2021 ഡിഡക്ഷൻസ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ പ്രീവിയസ് ഇയറിൽ TDS എന്ത് ചെയ്യുന്നില്ല, ഡിഡക്റ്റ് ചെയ്യുന്നില്ല, ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നില്ല അസസ്സി. ഓക്കെ, അത് ഡിഡക്റ്റ് ചെയ്യുന്നത് ഈ 2021 ആ വർഷമാണ് അത് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ വർഷം TDS ഡിഡക്റ്റ് ചെയ്തു, പക്ഷേ ഡ്യൂ ഡേറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, പേ ചെയ്യുന്നതെങ്കിലും അപ്പോഴും 2021 അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1920 എന്ന പ്രീവിയസ് ഇയറിൽ അത് ഡിഡക്ഷൻസ് കിട്ടില്ല. അപ്പോൾ ഏത് വർഷമാണോ അത് പേ ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിൽ, ആ പേ ചെയ്യുന്ന പ്രീവിയസ് ഇയറിൽ എന്ത് കിട്ടുള്ളൂ, ഡിഡക്ഷൻസ് കിട്ടുകയുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്, ടാക്സ് ഹാസ് ബീൻ ഡിഡക്റ്റഡ് ഇൻ എനി സബ്സീക്വന്റ് ഇയർ ഓർ ഹാസ് ബീൻ ഡിഡക്റ്റഡ് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഡിഡക്റ്റ് ചെയ്തു, ബട്ട് പെയ്ഡ് ആഫ്റ്റർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1. പക്ഷെ അത് പേ ചെയ്യുന്നതെന്നാണ് ആഫ്റ്റർ ദി ഡ്യൂ ഡേറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
സം ഷാൾ ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. ഡിഡക്ഷൻസ് കിട്ടും. എപ്പോഴാണത് കിട്ടുക? ഇൻ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് സച്ച് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ്. ഏത് പ്രീവിയസ് ഇയറിലാണോ ആ ടാക്സ് പേ ചെയ്യുന്നത് ആ ഇയറിൽ, ആ പ്രീവിയസ് ഇയറിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ 90-20 എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ്, ഏത് വർഷമാണോ അത് പേ ചെയ്യുന്നത് ആ വർഷമാണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്തിനാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഒരു സെക്ഷൻസ് വരുമ്പോഴും അവിടെയും ഇതേ സെയിം ടോപ്പിക് തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവിടെ പറയില്ല, അതുകൊണ്ടാണ് ഇവിടെ അത് തറായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടാക്സ് പോയിന്റ് പറയുന്നത് where an assessee failed to deduct the whole or any part of the tax on any sum but is not deemed to be an assessee in default under the first proviso to section 201 subsection 1, then it shall be deemed that the assessee has deducted and paid the tax on such on the date of furnishing return of income of by the assessee payee. ഓക്കെ, അപ്പോൾ ഇതെന്താണ് വായിച്ചപ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു എക്സാമ്പിളോടെ എന്ത് ചെയ്യാം മനസ്സിലാക്കാം. ഓക്കെ, പ്രീവിയസ് ഇയർ 90-20. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് അസസി ഇൻട്രസ്റ്റ് പേ ചെയ്തു. ആർക്ക്? മിസ്റ്റർ എക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്തു. മിസ്റ്റർ എ ഒരു നോൺ റെസിഡൻ്റ് ആണ്. സോ 1 lakh എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇതിന് എന്ത് ചെയ്യണം? TDS ഡിഡക്റ്റ് ചെയ്യണം. എന്നാൽ അസസി എന്ത് ചെയ്തിട്ടില്ല? TDS ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നോർമലി ആണെന്നുണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻസ് കിട്ടില്ല അല്ലേ? എന്നാൽ മിസ്റ്റർ എ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് റിട്ടേൺ ഓൺ ഇൻകം ഫയൽ ചെയ്തു. റിട്ടേൺ ഓൺ ROI എന്ത് ചെയ്തു? ഇന്ത്യയിൽ ഫയൽ ചെയ്തു. എന്നിട്ട് ഇൻകം കാണിച്ചു, 1 lakh ഇൻകം കാണിച്ചു. എന്നിട്ട് അതിനെന്ത് ചെയ്തു? ടാക്സ് പേ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിനാണെന്നുണ്ടെങ്കിൽ ഒന്നിരിക്കും അവിടുന്ന് ടാക്സ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ മിസ്റ്റർ എ ഇവിടെ ഗവൺമെൻറ് എന്ത് ചെയ്തു? ടാക്സ് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അസസ്സിക്ക് അത് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. അത് അസസ്സി ഡിഡക്റ്റ് ചെയ്തതായിട്ട് എന്ത് ചെയ്യും? വിചാരിക്കും. ഓക്കെ, ഇറ്റ് ഷാൾ ബി ഡീംഡ് ദാറ്റ് ദി അസസ്സി ഹാസ് ബീൻ ഡിഡക്റ്റഡ് ആൻഡ് പെയ്ഡ് ദി ടാക്സ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? നെക്സ്റ്റ്, എനി സം പേയബിൾ ടു റെസിഡൻറ്റ് ഓൺ വിച്ച് TDS പ്രൊവിഷൻ ഈസ് അപ്ലിക്കബിൾ. അപ്പോൾ TDS പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് റെസിഡൻറ്റിന് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടാക്സ് പ്രൊവിഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എമൗണ്ട് അത് റെസിഡൻറ്റിന് പേ ചെയ്യുകയാണ്. പക്ഷേ ആ പേ ചെയ്യുന്ന എമൗണ്ടിന് TDS അപ്ലിക്കബിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ TDS അപ്ലിക്കബിൾ ആയിട്ടുള്ള എമൗണ്ട് TDS ഡിഡക്റ്റ് ചെയ്യാതെയാണ് പേ ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ TDS ഡിഡക്റ്റ് ചെയ്തു പക്ഷേ റിട്ടേൺ ഓഫ് ഇൻകം ഫർണിഷ് ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് മുന്നേ അതെന്ത് ചെയ്തിട്ടില്ല? ഗവൺമെൻറ്റിന് പേ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30% ആ എമൗണ്ട് എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് 30% ഡിഡക്ഷൻസ് ഡിസലൗഡ് ആണ്. ഓക്കെ, 70% മാത്രമേ ഡിഡക്ഷൻസ് കിട്ടുകയുള്ളൂ. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മിസ്റ്റർ എ റെസിഡൻ്റ് ആണ്, ഒരു അസസി ഒരു 1 lakh കൊടുക്കാനുണ്ട്. അസസി 1 lakh മിസ്റ്റർ എക്ക് കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ 1 lakhന് എന്തുണ്ട്? TDS അപ്ലിക്കബിൾ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ 90-20 TDS ഡിഡക്റ്റ് ചെയ്യാതെയാണ് ഈ 1 lakh കൊടുക്കുന്നതെങ്കിൽ ഈ 1 lakhന്റെ 30% ഡിഡക്ഷൻസ് കിട്ടില്ല. 70% മാത്രമേ, ദാറ്റ് ഈസ് 70,000 മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പ്രീവിയസ് ഇയർ 19-20 TDS ഡിഡക്റ്റ് ചെയ്തു, പക്ഷേ റിട്ടേൺ ഓഫ് ഇൻകം ഫർണിഷ് ചെയ്യുന്നതിൻ്റെ ഡ്യൂ ഡേറ്റിന് മുന്നേ അതെന്ത് ചെയ്തിട്ടില്ല? ഗവൺമെൻറ്റിന് പേ ചെയ്തിട്ടില്ല എങ്കിൽ അപ്പോഴും ആ 1 lakhന്റെ 30% ഡിഡക്ഷൻസ് കിട്ടില്ല. 70% മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് 70,000 ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞത് പോലൊക്കെ തന്നെയാണ് ഇവിടെയും. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, 30% ഇവിടെ ഡിഡക്ഷൻസ് ഡിസലൗഡ് ആകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ TDS അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിന് TDS ഡിഡക്റ്റ് ചെയ്യാതെയാണ് പേ ചെയ്യുന്നതെങ്കിൽ 30% ഡിഡക്ഷൻസ് ഡിസലൗഡ് ആണ്. ഓൺലി 70% മാത്രമേ അലൗഡ് ഉള്ളൂ.
ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടാണ് പറയുന്നത്. വേർ സച്ച് ടാക്സ് ഹാസ് ബീൻ ഡിഡക്റ്റഡ് ഇൻ എനി സബ്സിക്വന്റ് ഇയർ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഡിഡക്റ്റ് ചെയ്യേണ്ട ടാക്സ് പ്രീവിയസ് ഇയറിൽ ഡിഡക്റ്റ് ചെയ്യാതെ സബ്സിക്വന്റ് ഇയറിലാണ് ഡിഡക്റ്റ് ചെയ്തത് എങ്കിൽ അല്ല. ഇനി ടാക്സ് ഹാസ് ബീൻ പെയ്ഡ് ആഫ്റ്റർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ദി റിട്ടേൺ ഓഫ് റെലവന്റ് അസസ്മെന്റ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഡിഡക്റ്റ് ചെയ്തു, പക്ഷേ അത് പേ ചെയ്യുന്നത് ആഫ്റ്റർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം. റിട്ടേൺ ഓഫ് ഇൻകം ഫർണിഷ് ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് ശേഷമാണ് അത് പേ ചെയ്യുന്നതെങ്കിൽ, അത് ഏത് വർഷമാണോ പേ ചെയ്യുന്നത് ആ വർഷമാണത് ഡിഡക്ഷൻസ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെയും. പ്രീവിയസ് ഇയറിൽ ഡിഡക്റ്റ് ചെയ്തിട്ടില്ല, TDS എന്ത് ചെയ്തിട്ടില്ല, ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സിക്വന്റ് ഇയറിലാണ് ഡിഡക്റ്റ് ചെയ്യുന്നതെങ്കിൽ, സബ്സിക്വന്റ് ഇയർ ഏതാണ്, 2021 അങ്ങനെയാണെങ്കിൽ ആ 2021 അത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രീവിയസ് ഇയറിൽ 1920 അത് ഡിഡക്ഷൻസ് കിട്ടില്ല. ഇനി പ്രീവിയസ് ഇയറിൽ ഡിഡക്റ്റ് ചെയ്തു, TDS എന്ത് ചെയ്തു, ഡിഡക്റ്റ് ചെയ്തു, TDS ഡിഡക്റ്റ് ചെയ്തു, പക്ഷേ അതിന് പേ ചെയ്യുന്നത് ഡ്യൂ ഡേറ്റിന് ശേഷമാണ്. ഇതാണ് ഡ്യൂ ഡേറ്റ്, അതിന് ശേഷമാണ് പേ ചെയ്യുന്നതെങ്കിൽ എന്നാണോ പേ ചെയ്ത വർഷം ആ വർഷത്തിലാണ് ഡിഡക്ഷൻസ് കിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക, 30% അല്ലേ. 70% ഓൾറെഡി നമുക്ക് ഡിഡക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. 30% ഡിഡക്ഷൻസ് പ്രീവിയസ് ഇയറിൽ കിട്ടാത്തത് അത് എന്ത് ചെയ്യാൻ പറ്റും, ഏത് വർഷമാണോ TDS പേ ചെയ്യുന്നത് ആ വർഷം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെയും നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് വേർ ആൻ അസസി ഫെയിൽ ടു ഡിഡക്ട് ദി ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദി ടാക്സ് ബട്ട് ഇറ്റ് ഈസ് ഡീംഡ് ടു ബി അസസി ഇൻ ഡിഫാൾട്ട് അണ്ടർ ദി ഫസ്റ്റ് പ്രൊവിഷൻ ടു സെക്ഷൻ 201 സബ്സെക്ഷൻ 1. ഇപ്പോൾ അവിടെയും നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെയാണ്. ഇപ്പം അസസി അത് ഡിഡക്റ്റ് ചെയ്യാൻ ഫെയിലായി. ഓക്കെ, പക്ഷേ ആ പേ എന്ത് ചെയ്തിട്ടുണ്ട്, പേ റിട്ടേൺ ഓഫ് ഇൻകം ഇന്ത്യയിൽ ഫയൽ ചെയ്തു, അത് ഇൻകം ആയിട്ട് കാണിച്ചു, അതിന് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അസസി പേ ചെയ്തതായിട്ട് അതിനെ പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതാണ് പറഞ്ഞത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് കൺസിഡറേഷൻ ഓൺ വിച്ച് ഈക്വലൈസേഷൻ ലെവി ഈസ് അപ്ലിക്കബിൾ. Any consideration paid or payable to a non-resident for a specified service on which equalization levy is deductible and such levy has not been deducted or after deduction has not been paid on or before due date of furnishing return of income. Okay, അപ്പോൾ ഒരു എമൗണ്ട് ഒരു കൺസിഡറേഷൻ പേ ചെയ്യുകയാണ്. ആർക്കാണ്, നോൺ റെസിഡൻറ്റിനാണ് പേ ചെയ്യുന്നത്. ഒരു സ്പെസിഫൈഡ് സർവീസ് ചെയ്തതിന് ഒരു എമൗണ്ട് നോൺ റെസിഡൻറ്റിന് പേ ചെയ്യുകയാണ്. പക്ഷെ അതിന് ഈക്വലൈസേഷൻ ലെവി എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ ഡിഡക്റ്റ് ചെയ്യേണ്ട ഈക്വലൈസേഷൻ ലെവി ഡിഡക്റ്റ് ചെയ്യേണ്ടത് ചെയ്യാതെയാണ് പേ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫോറിൻ കൺട്രിയിലുള്ള ഒരു ഓൺലൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കമ്പനി ഇന്ത്യയിൽ സർവീസ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിളൊക്കെ ഇല്ലേ, ഇപ്പോൾ ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഒരുപാട് സർവീസ് തരുന്നുണ്ട്. അപ്പോൾ ഗൂഗിളിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിന് എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഗൂഗിളിൽ യൂട്യൂബിലും അതേപോലെ തന്നെ ഈ മറ്റുള്ള എന്താ പറയുക ബ്ലോഗിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിന് ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ പേ ചെയ്യുന്നതിന് ഗൂഗിൾ എന്ത് ചെയ്യുന്ന ആ എമൗണ്ട് റിസീവ് ചെയ്യുന്നതിന് ഗൂഗിൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്നില്ല. കാരണം ഇന്ത്യയിൽ അത് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻകം അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, അത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. ഇൻകം റിസീവ് ചെയ്യുന്നതും ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് അല്ലേ. സർവീസ് എന്ത് ചെയ്യുന്നതാണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് സർവീസ് ചെയ്യുന്നത്. അത് ഇൻകം റിസീവ് ചെയ്യുന്നതും ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നോൺ റെസിഡൻറ്റിന് അത് ടാക്സബിൾ അല്ല. ഓക്കെ, പക്ഷേ അപ്പം അതിന് പകരമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുതിയൊരു ടാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈക്വലൈസേഷൻ ലെവി. അപ്പം അതിനാര് ലെവി കൊടുക്കണം, ആരാണോ പേ ചെയ്യുന്നത് ആ വ്യക്തി അതിന് ലെവി പേ ചെയ്യണം, ടാക്സ് പേ ചെയ്യണം.
അപ്പം അങ്ങനെ ലെവി ഈക്വലൈസേഷൻ ലെവി കൊടുക്കേണ്ട ഒരു എമൗണ്ടിന് ഈക്വലൈസേഷൻ ലെവി കൊടുക്കാതെയാണ് പേയ്മെൻറ്റ് നടത്തിയതെങ്കിൽ, അല്ലെങ്കിൽ ഈക്വലൈസേഷൻ ലെവി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടില്ല, പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. എന്ത് ഡേറ്റിന് മുന്നേ, റിട്ടേൺ ഓഫ് ഇൻകം ഫർണിഷ് ചെയ്യുന്ന ഡ്യൂ ഡേറ്റിന് മുന്നേ അത് ഗവൺമെൻറ്റിന് പേ ചെയ്തിട്ടില്ല എങ്കിൽ അതിന് ഡിഡക്ഷൻസ് കിട്ടില്ല. ആ എമൗണ്ട് എത്രയാണോ എമൗണ്ട് പേ ചെയ്തത് ആ എമൗണ്ട് ഡിസലൗഡ് ആണ്. ഓക്കെ, നേരത്തെ അതേ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ടാക്സ് പോയിന്റ് പറയുന്നത് വേർ in respect of any such consideration the equalization levy has been deducted in any subsequent year or has been deducted during the previous year but paid after the due date of furnishing return of income, such sum shall be allowed as a deduction computing the income of the previous year in which levy has been paid. അപ്പോൾ ഈ ഈക്വലൈസേഷൻ ലെവി ഈ വർഷം പേ ചെയ്യേണ്ടതാണ്, ഈ പ്രീവിയസ് ഇയറിൽ പേ ചെയ്യേണ്ടതാണ്, വെച്ചാൽ 1920 പേ ചെയ്യേണ്ടതാണ്. പക്ഷേ ആ ലെവി 1920 പേ ചെയ്തിട്ടില്ല, സബ്സീക്വൻറ്റ് ഇയറിലാണ് പേ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ പേ ചെയ്തു പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് ലെവി പേയ്മെൻറ്റ് ഗവൺമെൻറ് പേയ്മെൻറ്റ് ചെയ്യുന്നത് റിട്ടേൺ ഓഫ് ഇൻകം ഫർണിഷ് ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് എങ്കിൽ, ഏത് വർഷമാണോ ആ ലെവി പേ ചെയ്യുന്നത് ആ വർഷം പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളത്, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. The next, income tax. Income tax Indian or foreign. Section 40 clause A 2. ഓക്കെ, അതാ പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സിന് ഡിഡക്ഷൻസ് കിട്ടില്ല. അപ്പോൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇൻകം ടാക്സിന് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻസ് കിട്ടില്ല. നെക്സ്റ്റ് വെൽത്ത് ടാക്സ്. വെൽത്ത് ടാക്സിനും ഡിഡക്ഷൻസ് കിട്ടില്ല. നെക്സ്റ്റ് പറയുന്നത് റോയൽറ്റി, ലൈസൻസ് ഫീസ് എക്സെട്ര പേയബിൾ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിന് എന്തെങ്കിലും റോയൽറ്റിയോ ഫീസോ അതേപോലെ ലൈസൻസ് ഫീ ഒക്കെ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻസ് കിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എനി എമൗണ്ട് പെയ്ഡ് ബൈ വേ ഓഫ് റോയൽറ്റി, ലൈസൻസ് ഫീ, സർവീസ് ഫീ, പ്രിവിലേജ് ഫീ, അങ്ങനെ ഒരുപാട് ഫീസ് ഉണ്ട്. ഏത് പേരിട്ട് കഴിഞ്ഞാലും ആ ഫീ അത് ലെവിഡ് എക്സ്ക്ലൂസീവ്ലി or which is appropriated directly or indirectly from state government undertaking. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിങ് ആരാണ് പേ ചെയ്യുന്നത്, ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഇതിന് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻസ് കിട്ടില്ല. അപ്പോൾ എന്താണ്, ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് എന്നുള്ളത് നോക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിൽ പെട്ടതാണ് ഇപ്പോൾ ഒരു കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ അണ്ടർ എനി ആക്ട് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിലുള്ള ആക്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കോർപ്പറേഷൻ. ഇനി എ കമ്പനി വിച്ച് മോർ ദാൻ 50% പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഹെൽഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കമ്പനിയിൽ 50% ഇക്വിറ്റി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആയിട്ട് പെടും. ഇനി ഇവ രണ്ടും കൂടിയിട്ടാണ് 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ കീപ്പ് ചെയ്യുന്നതെങ്കിൽ അതും സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, മെജോറിറ്റി ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യാനും അതേപോലെ ആ കൺട്രോളും പോളിസി ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഡയറക്റ്റ്ലി ആയിട്ടോ ഇൻഡയറക്റ്റ്ലി ആയിട്ടൊക്കെ ആ ഒരു പവർ ഉണ്ട് എങ്കിൽ, അതേപോലെ അതിൻ്റെ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അല്ലെങ്കിൽ വോട്ടിങ്ങിലൊക്കെ അത്യാവശ്യം മെജോറിറ്റി ആയിട്ടുള്ളൊരു പവർ ഉണ്ടെങ്കിൽ അതും സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആയിട്ട് പരിഗണിക്കും. ഇനി ഏതെങ്കിലും ഒരു അതോറിറ്റി ഓർ ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ഓർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഓർ അണ്ടർ എനി ആക്ട് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ഓണർഡ് ഓർ കൺട്രോൾഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു അതോറിറ്റിയോ അല്ലെങ്കിൽ ബോർഡോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യണത്, ഏത് പ്രകാരം, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ആക്ട് പ്രകാരം ഒരു അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ ബോർഡോ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ്. അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ഈ റോയൽറ്റി ഫീസ്, ലൈസൻസ് ഫീസ്, പിന്നെ അതേപോലെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ചാർജോ പ്രിവിലേജ് ഫീസോ ഒക്കെ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് പേ ചെയ്യുകയാണെങ്കിൽ ഡിഡക്ഷൻസ് കിട്ടില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ്
any payment which is chargeable under the head salary, if it is payable outside India or to a non-resident, and if the tax has not been paid in India, thereon not deducted the from. Any payment, ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് സാലറിൻ്റെ ഹെഡിൽ ചാർജബിൾ ആയിട്ട്, അപ്പോൾ സാലറിന് ആയിക്കോട്ടെ, അപ്പോൾ സാലറി ആർക്ക് കൊടുക്കാനുണ്ട്? ഔട്ട്സൈഡ് ഇന്ത്യയിലേക്കാണ് പേ ചെയ്യുന്നത്, ഓർ ടു എ നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിലേക്കോ നോൺ റെസിഡൻറ്റിലേക്കോ ഒരു സാലറീൻ്റെ ഹെഡിൽ വരുന്ന ഏതെങ്കിലും ഒരു എമൗണ്ട് സാലറി പേയ്മെൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സാലറിക്ക് ടാക്സ് ചാർജ് ചെയ്തിട്ടില്ല, ഇന്ത്യയിൽ അതിന് ടാക്സ് ചാർജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിന് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും അതിന് ഡിഡക്ഷൻസ് കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സാലറി ആയിട്ട് ഒരു അസസി ഉണ്ട്, ആ അസസിക്ക് ഒരു കമ്പനി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ അസസിയുടെ എംപ്ലോയിക്ക് സാലറി ആയിട്ട് കൊടുക്കുകയാണ്. പക്ഷെ ആ എംപ്ലോയി എന്താണ്? ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് പേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ എംപ്ലോയി നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് TDS ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അതിന് ഡിഡക്ഷൻസ് കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും സാലറി ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അസസിക്ക് ആ സാലറി എമൗണ്ട് അദ്ദേഹത്തിൻ്റെ PGBP അണ്ടറിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ്, എനി പേയ്മെൻറ്റ് ടു എ പ്രൊവിഡൻറ്റ് ഫണ്ട് or any other fund established for the benefit of employees of the assessee in respect of whom the assessee has not made effective arrangement to secure that the tax shall be deducted at source from any payment made from the fund which are taxable under the head salary. ഒരു അസസി എംപ്ലോയീസിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കോ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫണ്ടിലേക്ക്, പക്ഷെ ആ ഫണ്ട് ഒരു എഫക്റ്റീവ് അറേഞ്ച്മെൻ്റ് ഒന്നും നടത്താത്തതാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന ആ എമൗണ്ടിന് ഡിഡക്ഷൻസ് കിട്ടില്ല. ഓക്കെ, ദ നെക്സ്റ്റ് പറയുന്നത് എനി ടാക്സ് ഓൺ നോൺ മോണിറ്ററി പെർക്വസിറ്റ് വിച്ച് ഈസ് എക്സംപ്റ്റ് ഇൻ ദി ഹാൻഡ് ഓഫ് എംപ്ലോയി അണ്ടർ സെക്ഷൻ 10 ക്ലോസ് 10cc ആക്ച്വലി പെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയി. ഓക്കെ, ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നോൺ മോണിറ്ററി പെർക്വസിറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോൺ മോണിറ്ററി പെർക്വസിറ്റ്സിന് എംപ്ലോയീസ് തന്നെ സ്വന്തമായിട്ട് TDS അടച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് പിന്നെ എക്സംപ്റ്റഡ് പെർക്വസിറ്റായി മാറും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള നോൺ മോണിറ്ററി പെർക്വസിറ്റ്സിന് ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള നോൺ മോണിറ്ററി പെർക്വസിറ്റ്സിന് മേലെ ടാക്സ് ഡിസ്അലൗഡ് ആണ് എന്നാണ് പറയുന്നത്. എനി ടാക്സ് ഓൺ നോൺ മോണിറ്ററി പെർക്വസിറ്റ്സ് വിച്ച് ഈസ് എക്സംപ്റ്റ് ഇൻ ദി ഹാൻഡ് ഓഫ് എംപ്ലോയി, ഓക്കെ, ആക്ച്വലി പെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയി. അപ്പോൾ അത് എന്തിട്ടില്ല, അതിന് ഡിഡക്ഷൻസ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഡിഡക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്രസ്ലി ഡിസ്അലൗഡ് ഡിഡക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡിഡക്ഷൻസ് ഒന്നും ഈ എക്സ്പെൻഡിച്ചറിനൊന്നും എന്ത് കിട്ടില്ല, ഡിഡക്ഷൻസ് കിട്ടില്ല. ക്ലിയർ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.